മധ്യകേരളത്തിലെ കാവുകളിൽ നടക്കുന്ന അനുഷ്ഠാന ചടങ്ങാണ് കൊട്ടും പാട്ടും മുടിയാട്ടം. ഉപാസനമൂർത്തിയെ സ്തുതിച്ച് പാടി നടത്തുന്ന ഈ ചടങ്ങ് തനിമ ചോരാതെ അവതരിപ്പിക്കുന്ന സംഘമാണ് മഠത്തിലാൽ കൂട്ടം. നഷ്ടപ്പെട്ടു പോകുന്ന കാവ് സംസ്കാരത്തെ തിരികെ പിടിക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ട് ഈ സംഘത്തിന്. കൊടുങ്ങല്ലൂർ നല്ലമ്മ ആടിത്തെളിയും മലർക്കാവ്, ചിലമ്പാട് കണ്ണകിയാട് ഈ കാവിൽ നിറഞ്ഞാടേ. കൊടുങ്ങല്ലൂർ നല്ലമ്മ ആടിത്തെളിയും മലർക്കാവ്, ചിലമ്പാട് കണ്ണകിയാട് ഈ കാവിൽ നിറഞ്ഞാടേ. ജൈവ വൈവിധ്യങ്ങളുടെ കലവറയാണ് കാവുകൾ. പക്ഷിമൃഗാദികളുടെ ആവാസഭൂമിയാണെങ്കിലും പ്രാചീന കാലം മുതൽ മനുഷ്യൻ ദൈവസങ്കല്പം കുടിയിരുത്തിയ ഇടം കൂടിയായി കാവുകൾ മാറി. തങ്ങളുടെ ഉപാസനാമൂർത്തികളുടെ പ്രീതിക്കായി പലതരത്തിലുള്ള പ്രാർത്ഥനാ ചടങ്ങുകളും നടത്തിപ്പോന്നു. വടക്കൻ കേരളത്തിൽ തെയ്യമാണെങ്കിൽ മധ്യകേരളത്തിലെത്തുമ്പോൾ അത് കൊട്ടും പാട്ടും മുടിയാട്ടവുമായി. പാടും കരിന്തല കൂട്ടങ്ങൾ ആടിപ്പാടി വരുന്നൊരു കാവിൽ അരയാലില നേർത്താളോ. കൊടുങ്ങല്ലൂർ നല്ലമ്മ ആടിത്തെളിയും മലർക്കാവ്, ചിലമ്പാട് കണ്ണകിയാട് ഈ കാവിൽ നിറഞ്ഞാട്. കാവുണർന്നാൽ ദേശം തെളിയും എന്ന വിശ്വാസത്തെ അർത്ഥവത്താക്കുന്ന കലാരൂപമാണ് കൊട്ടും പാട്ടും മുടിയാട്ടം. കുലത്തെയും ദേശത്തെയും സംരക്ഷിക്കുന്ന മുത്തപ്പൻ, ദേവി തുടങ്ങിയ ഉപാസനാമൂർത്തികൾക്ക് മുന്നിലാണ് കൊട്ടിപ്പാടുക. കടലമ്മക്ക് കാറ്റിൽ തീരയാട്ടം എരിയും തന്റെ ദുഃഖങ്ങളെല്ലാം കവിലമ്മയകന്നോണേ. നല്ലമ്മ ആടിത്തെളിയും മലർക്കാവ്, ചിലമ്പാട് കണ്ണകിയാട് ഈ കാവിൽ നിറഞ്ഞാട്. മധ്യകേരളത്തിൽ പ്രചാരത്തിലുള്ള ഈ കലാരൂപം വിവിധങ്ങളായ കാവുകളിൽ അവതരിപ്പിക്കുന്നവരാണ് മഠത്തിലാൽ കൂട്ടം. കാലാന്തരത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന കാവ് സംസ്കാരത്തെ തിരികെ കൊണ്ടുവരിക എന്ന ഉദ്ദേശം കൂടിയുണ്ട് കാവുകളിൽ നിന്ന് കാവുകളിലേക്കുള്ള ഈ യാത്രയ്ക്ക്. ഇത് പാരമ്പര്യമായിട്ട് നടത്തി വരുന്ന ഒരു ചടങ്ങാണ്. പുരാതന കാലം തുടങ്ങി കാവുകൾ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ അതിന് മുമ്പിൽ അമ്മയ്ക്ക് വേണ്ടി നടത്തുന്ന ഏറ്റവും വലിയൊരു ചടങ്ങാണ് കൊട്ടും പാട്ടും മുടിയാട്ടം. ഇത് കൊടുങ്ങല്ലൂർ ക്ഷേത്രം പ്രതിഷ്ഠ നടത്തിയ കാലം തുടങ്ങി ഈ ചടങ്ങ് ഉണ്ട് എന്നാണ് വിശ്വസിച്ചു പോന്നെ. ഇന്നും ആ ചടങ്ങ് ഇവിടെ നടത്തുമ്പോൾ ഒരു വിഭാഗം ആൾക്കാർക്ക് അത് വേണ്ടിയിട്ട് ക്ഷേത്രം പോലും വിട്ടുകൊടുത്തിട്ട് ആ ചടങ്ങ് നടത്തിപ്പോരുന്ന ഒരു ചടങ്ങ് ഇവിടെ കണ്ടുകൊണ്ട് വരുന്നുണ്ട്. ഇത് അമ്മയുടെ ഏറ്റവും വലിയ പ്രീതിക്ക് നടത്തുന്ന ഏറ്റവും വലിയൊരു ചടങ്ങും വഴിപാടും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏറ്റവും വലിയൊരു അനുഗ്രഹത്തിന് വേണ്ടി നടത്തുന്ന ഒരു പ്രധാനപ്പെട്ടൊരു കല ഇത് ആയിട്ടാണ് ഇതിനെ കണ്ടുകൊണ്ട് പോരുന്നത്. ഇന്ന് ചെറുപ്പക്കാർ പിള്ളേരെല്ലാവരും അത് നിലനിർത്തി പോരുന്നുണ്ട്. പരമ്പരാഗത ചടങ്ങുകളുടെ തനിമ നിലനിർത്തി തന്നെയാണ് ഇന്നും അവതരണം. 15 പേരാണ് സംഘത്തിലുള്ളത്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.